ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതേ സാധനങ്ങളൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതേ പഞ്ചസാരയൊക്കെ ഡപ്പയിലാക്കി വെക്കുക, അതുപോലെ കുരുമുളക് പൊടി ഡപ്പയിലാക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കി വെക്കണം. അതുപോലെ തന്നെ എല്ലാം അതാത് സ്ഥാനത്തേക്ക് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഓരോ കാര്യങ്ങളായിട്ട് ഡപ്പയിലാക്കി വെക്കണ്ടേ. കടലമാവ് ആക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കസ്കസാണ് കേട്ടോ അപ്പോൾ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാല, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഏലക്കായും ഗ്രാമ്പും പിന്നെ മറ്റേ ഇല ഇവിടെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അവിടെ ഉണ്ടായപ്പോൾ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പട്ട ഇടണം, പക്ഷേ പട്ടയുടെ പൊടി ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുരുമുളകും വേണ്ടതാണ്, പക്ഷേ കുരുമുളക് പൊടിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇത് ചതക്കുമ്പോൾ മിക്സിയിൽ ആ പൊടിയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതേ പട്ടയുടെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എല്ലാവരുടെ അടുത്തും കാണുന്ന പോലെ സമൂസ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക, അതുപോലെ റോൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അടുക്കളയിലില്ല കേട്ടോ. അതൊക്കെ ആവശ്യത്തിന് അപ്പം ഉണ്ടാക്കുള്ളൂ. നമ്മളൊരു സാധാ അടുക്കളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള അപ്പം ഉണ്ടാക്കി വെക്കുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി റെഡിയാക്കി വെക്കും. അതിപ്പോൾ നോമ്പല്ലെങ്കിലും ചെയ്യാറുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുന്നേ തന്നെ തൊലി കളഞ്ഞ് കഴുകി വാർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം തീരില്ലെങ്കിൽ അത്രയും നാളിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതേ ഒക്കെ ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ട് മിക്സിയിലൊന്ന് നല്ലപോലെ അരച്ചെടുക്കട്ടെ. അപ്പോൾ എൻ്റെ മിക്സി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അരവ് കുറവാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, അരവ് ഇത്തിരി കുറവാണ്. പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കേടുകൂടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഈ ഒന്ന് ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേടുകൂടാതെ കുറേ കാലം ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ അത്ര അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് ആവശ്യത്തിന് തന്നെ ഉള്ളൂ, പിന്നെ പിന്നീട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.